ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ പ്രീ പ്രൈമറി സ്കൂളിനും കമ്മ്യൂണിറ്റി ഹാളിനും കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ഉന്നതിയിൽ അംഗനവാടിക്കും വനം വകുപ്പ് സ്ഥലം നൽകുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. പ്രളയത്തിൽ വീണ്ടും സ്ഥലവും നഷ്ടമായി 7 വർഷമായി മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ കഴിയുന്ന തണ്ടൻകല്ല് ഉന്നതിക്കാരെ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെ ആവശ്യങ്ങളായി മുന്നോട്ട് വെച്ച ആദ്യത്തെ ആവശ്യം പ്രീ പ്രൈമറി സ്കൂളിന് സ്ഥലം വേണം എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസ വകുപ്പാണ് അപേക്ഷ തരേണ്ടത്. തന്നാൽ ഉടൻ തന്നെ അതിനുള്ള സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്നതായിരിക്കും. അതുപോലെ രണ്ടാമത്തെ ആവശ്യമായി വന്നത് കമ്മ്യൂണിറ്റി ഹാളാണ്. അതിനും അപേക്ഷ തന്നാൽ അതിനുള്ള സ്ഥലം അനുവദിക്കുന്നതായിരിക്കും. മൂന്നാമത് ജോലി വേണം എന്നുള്ളതാണ് കൂടുതലായിട്ട്. ഞാൻ കേരളത്തിന്റെ നിയമസഭയെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പറഞ്ഞ അതേ കാര്യം ഞാൻ ഒരു മാസം മുമ്പ് നിയമസഭയിൽ പറഞ്ഞു. കാടിനെ കുറിച്ച് അറിയാവുന്നത് അവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മാത്രമാണ്. പുറത്തുള്ളവർക്കൊന്നും അതുപോലെ കാടിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഈ ഗവൺമെന്റ് കാടും വനവും വന്യമൃഗവും സംരക്ഷിക്കാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ തൊട്ട് പരിസരത്ത് താമസിക്കുന്ന കൃഷിക്കാരുടെ താല്പര്യങ്ങളൂടെ സംരക്ഷിക്കുന്നത്, ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു നയമാണ് ഗവൺമെന്റിനുള്ളത്. തണ്ടൻകല്ലുകാർ മുൻപ് താമസിച്ചിരുന്ന മുണ്ടേരി വനത്തിനുള്ളിലെ സ്ഥലം വാസയോഗ്യമാണെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയാൽ ആ സ്ഥലം ഉടൻ കൈമാറും. ഇവിടെ വാസയോഗ്യം അല്ലെങ്കിൽ പകരം ഭൂമി കേന്ദ്ര അനുമതിയോടെ 6 മാസത്തിനകം കൈമാറാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതിയിലുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വനം മന്ത്രി വനത്തിനുള്ളിലെ 36 ഉന്നതികൾ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിൽ കേട്ട് അവയ്ക്ക് പരിഹാരം കാണുന്ന ഊര് ഉണർവ് പദ്ധതിക്ക് നിലമ്പൂർ മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ആര്യടൻ ഷൗക്കത്ത് MLA അധ്യക്ഷനായി. പട്ടികവർഗ വകുപ്പുമായി സഹകരിച്ചാണ് സന്ദർശനം. വാണിയമ്പുഴ തരിപ്പപ്പൊട്ടി ഉന്നതികളിലായി 43 അപേക്ഷകരിൽ 39 കുടുംബങ്ങൾക്കുള്ള വനാവകാശ രേഖ മന്ത്രി കൈമാറി. 2 പേർക്കുള്ള രേഖ 1 മാസത്തിനകവും 2 പേരുടെ രേഖകൾ പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. വനം വകുപ്പ് സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ 500 പേരെ നിയമിക്കും. ആദിവാസി വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണന നൽകും. കായികക്ഷമതയുള്ള ആദിവാസി വിഭാഗത്തിലുള്ളവരെ പരിഗണിച്ച ശേഷമേ മറ്റുള്ളവർക്ക് അവസരം നൽകൂ. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കാടിനെ അറിയുന്ന ആദിവാസി യുവാക്കൾക്ക് ഗൈഡ് കം ഗാർഡായി പ്രത്യേക പരിശീലനം നൽകി ഇവർക്ക് തൊഴിലവസരം സൃഷ്ടിക്കും. മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതി, കരുളായി ഉൾവനത്തിലെ നെടുങ്കയം ഉന്നതി, മാഞ്ചേരി എന്നിവിടങ്ങളിൽ എത്തിയാണ് വനം മന്ത്രി ഷിബു ബേബി ജോണും ആര്യടൻ ഷൗക്കത്ത് MLAയും ജില്ലാ കളക്ടർ, സബ് കളക്ടർ, വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം എത്തിയാണ് പരാതികൾ കേട്ടത്. ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, അഡീഷണൽ പ്രിൻസിപ്പൽ CCF ഡോക്ടർ പ്രമോദ് G. കൃഷ്ണൻ, CCFമാരായ K. വിജയാനന്ദ്, K. കാർത്തികേയൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, നിലമ്പൂർ സൗത്ത് DFO G. ധനിക്ലാൽ, നോർത്ത് DFO P. ധനീഷ് കുമാർ, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ M. ബിപിൻ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.